കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു ഇന്നത്തെ സംസ്ഥാന ബജറ്റ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച എൽ.ഡി.എഫ്. സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഉണ്ടായിരുന്ന വരുമാനത്തിൽ കുറവ് വരുത്തിയും അതുപോലെ തന്നെ ചെലവിൽ കുറവ് വരുത്തിയുമാണ് പുതിയ ബജറ്റ് വിഭാവനം ചെയ്തത്. അതോടൊപ്പം തന്നെ പദ്ധതി ചെലവിലും മാറ്റം വരുത്തിയിരിക്കുകയാണ്. 35,000 കോടിയിൽ നിന്ന് 30,000 കോടിയായി പദ്ധതി ചെലവ് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. ഇതിന് കാരണം കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നില തന്നെയാണ്. പുതിയ വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഈ ബജറ്റിൽ ഇല്ല. അതേസമയം നികുതി കൂട്ടുവാനുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ല. അങ്ങനെ ജനങ്ങളെ വലച്ചിട്ടുമില്ല. പക്ഷേ 5 വർഷത്തെ വികസനം ലക്ഷ്യമിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ മൂലധന നിക്ഷേപം വളർത്തുക എന്നുള്ള കാര്യം തന്നെയാണ്. സ്വകാര്യ നിക്ഷേപത്തിലൂടെ അല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ബജറ്റിലും ഉള്ളത്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സ്വകാര്യ നിക്ഷേപകർക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് സംസ്ഥാന സർക്കാർ, അത് അനുവദിക്കുകയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശനമായി ഉന്നയിച്ചത്. അതിനുള്ള മറുപടി കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി. സ്വകാര്യ മൂലധനമില്ലാതെ കേരളത്തിന്റെ വളർച്ച സാധ്യമല്ല. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴുണ്ട്. അത് മാത്രമല്ല, പൊതുമേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ഉറക്കെ പറയുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ നഷ്ടത്തിലാണ്. ഒരു തൊഴിലവസരം പോലും പുതുതായി ഉണ്ടാക്കുവാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നില്ല. യുവാക്കളെ കേരളത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സ്വകാര്യ നിക്ഷേപമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മിഷൻ സമുദ്ര എന്നുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ബജറ്റിൽ. കേരളത്തിലെ കടലിനെയും കടൽ തീരത്തെയും റോഡ് റെയിൽ കണക്ടിവിറ്റിയെയും എല്ലാം ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്ര പദ്ധതി. ഇത് വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങളെയും മറ്റു തുറമുഖങ്ങളെയും ബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത്. മിഷൻ സമുദ്ര എന്നാണ് പദ്ധതിക്കിട്ടിരിക്കുന്ന പേരും. അതുപോലെ തന്നെ അപൂർവ ധാതുക്കളുടെ കോറിഡോർ, അത് കേന്ദ്രത്തിന്റെ മാതൃകയിലാണ്. കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ബ്ലൂ എക്കോണമി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് അപൂർവ ധാതു കോറിഡോർ എന്നുള്ള പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ സാമ്പത്തിക കോറിഡോർ എന്നുള്ള മറ്റൊരു പ്രഖ്യാപനവും കൂടിയുണ്ട്. ഇതെല്ലാം സ്വകാര്യ നിക്ഷേപത്തിന് ഊന്നൽ നൽകുന്നതാണ് എന്ന കാര്യം മറച്ചു വെച്ചിട്ടില്ല ബജറ്റിലും പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ വിമർശനം ഉയരുന്നതും ഇവിടെ തന്നെയാണ്. സ്വകാര്യ നിക്ഷേപകർക്ക് മുന്നിൽ കീഴടങ്ങുകയാണോ സംസ്ഥാന സർക്കാർ എന്നുള്ള വിമർശനം ഉയരുകയാണ്. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലാതെ നേരിട്ട് സ്വകാര്യ നിക്ഷേപകർക്ക് മുന്നിലേക്ക് കേരളത്തെ തുറന്നിട്ട് കൊടുക്കുകയാണോ എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള മറുപടി ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പിന്നെ തുറമുഖത്ത് പ്രൈവറ്റൈസേഷൻ, അദാനി ഇവിടെ പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത പിണറായി വിജയനാണ് വന്നിട്ട് സ്വകാര്യ മേഖല. ഞാൻ ചോദിക്കട്ടെ, പോർട്ടിന് നിക്ഷേപിക്കാനുള്ള പണം സംസ്ഥാനത്തിനുണ്ടോ? പോർട്ടിന്റെ വികസനത്തിന് വേണ്ടി ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, വിഴിഞ്ഞത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ബാർജ് ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ഷിപ്പിൽ ലോജിസ്റ്റിക്സ് തുടങ്ങാനുള്ള കപ്പാസിറ്റി സ്റ്റേറ്റിനുണ്ടോ? അപ്പൊ അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് അവിടെ മത്സരം ഉണ്ടാക്കി ആ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ബാർജ് ലോജിസ്റ്റിക്സും വെസൽ ലോജിസ്റ്റിക്സും തുടങ്ങും. അവിടെ ഒരു സംശയം വേണ്ട, അത് തുടങ്ങുക. അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. ഇപ്പോ നമ്മൾ ഇൻകലിനെ കുറിച്ച് പറഞ്ഞു, കിൻഫ്രയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ KSIL ഇപ്പോ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്ഥലം KSIL ആണ് നോക്കുന്നത്. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് പരിമിതിയുണ്ട്. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വീണ്ടും പുറകിലേക്ക് നടന്നു പോകും കേരളം. അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കും. ഒരു സ്ഥലത്തും പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമോ? പിന്നെ മിനറൽ കോറിഡോറാണ്. മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോളിസി അനുസരിച്ചിട്ടാണ്. എന്താണ് അതിൽ നിന്ന് ഇത്രയും വലിയൊരു ധാതു സമ്പത്ത് കേരളത്തിനുണ്ടായിട്ട്? ഏറ്റവും വലിയ അപൂർവമായ റെയർ എർത്തിന്റെ കോറിഡോറാണ് കേരളം. കാസർഗോഡ് വലിയ ബോക്സൈറ്റ് ഇതാണ്. അത് വളരെ സുതാര്യമായ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന് വലിയ വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ തൊഴിലുണ്ടാക്കുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ ആർക്കാണ് ഈ ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്?
എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനെയാണ് വെക്കുന്നത്. കോൺട്രാക്ട് ലേബറെ KMML ആളെടുത്തിട്ട് എത്ര നാളായി? IRയിൽ ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ട് എത്ര നാളായി? ഞാനവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടു പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടർ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ക്ലീഷേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ, അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? BTech പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ടേ? ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.